हरे कृष्णा सर्वं कृष्णा अर्पणमस्तु प्रभात की जय गुरु महाराज की जय राधा പവനപദേശൻ की जय ഇന്നൊരു സ്പെഷ്യൽ ലൈവാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഒരു സ്പെഷ്യൽ ലൈവാണ്, എല്ലാവരും വരട്ടെ. വന്നിട്ട് ഒരു കാര്യം കാണിക്കാം. ഓക്കെ, എത്ര പേര് വരുന്നു എന്ന് ആദ്യം നോക്കട്ടെ, എന്നിട്ടേ കാണിക്കാൻ പറ്റൂ. ആ പ്ലേറ്റ് എടുത്തേക്കുന്നത് അതല്ല ആ ഇഡ്ഡലി പ്ലേറ്റ്. ഇതിന് വരെ ക്യാപ്പ് അവിടെ. നമ്മൾ ഇന്ന് അന്നദാനത്തിൻ്റെ പ്രിപ്പറേഷനിലാണ്. ദിവസവും മഞ്ചരീസ് അന്നദാനം കൊടുക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അന്നദാനം പ്രിപ്പറേഷനിലാണ്. അപ്പം ഞാനിങ്ങനെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യലായിട്ട് എപ്പോഴും ഇങ്ങനെ എല്ലാവരും പറയാറുണ്ട്, മാതാജി ഒരു ദിവസം അന്നദാനം ഉണ്ടാക്കണമൊക്കെ കാണിച്ചു തരണം. മതി 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 മതി, ഭയങ്കര സൗണ്ട്. അപ്പം പിന്നെ ചെയ്യാം. വെള്ളം എടുത്തേക്ക് നമ്മുടെ പോയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇഡ്ഡലി, വട, ചട്നി ഇതൊക്കെയാണ് നമ്മുടെ അന്നദാനം. പുറത്ത് വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ പുറത്ത് വാങ്ങുന്നതിനേക്കാളും ഏറ്റവും ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലി അല്ലേ? മാവ് അരച്ച് വീട്ടിലുണ്ടാക്കുമ്പം അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഇങ്ങനെ പറയും, മാതാജി അന്നദാനം കൊടുക്കുന്നതേ കാണാറുള്ളൂ, ഉണ്ടാക്കുന്നത് അധികം കാണാറില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ചിലരൊക്കെ കണ്ടിട്ടുണ്ട്, ചിലരൊന്നും കണ്ടില്ല. അപ്പം നല്ല ഇഡ്ഡലി നമ്മളിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും വിചാരിക്കും മാതാജി എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടണേ അല്ലേ? നമ്മൾ കുറച്ച് സമയം, ഈ സമയം ഭയങ്കര ക്രൂഷ്യൽ ടൈമാണ്. കാരണം കുക്കിംഗ്, പാക്കിംഗ് ഇതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. കാണിച്ചു തരാം കേട്ടോ, പാക്കിംഗ് കാണിച്ചു തരാം. ഒരു 150 പേർക്ക് ഡെയിലി കുക്ക് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. വലിയ കാര്യമാണ്. അത് ചെയ്യാൻ ഭഗവാൻ നമുക്ക് അവസരം തന്നല്ലോ എന്ന് സന്തോഷിക്കണം. കറക്റ്റ്. ഇപ്പം കാണിച്ചു തരാം പാക്കിങ്ങിന് എന്താ സംഭവിക്കണേന്ന്. അതാ ഞാൻ പറയണത്, അന്നദാനം ഉള്ള ദിവസം വിളിച്ചാൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ മാവ് അരച്ചു വെച്ചത് 3 പാത്രത്തിൽ ഇഡ്ഡലി ആയിക്കൊണ്ടിരിക്കുന്നു. സി അക്ക, ഇഡ്ഡലി, സാമ്പാർ, വട, ഇഡ്ഡലി. അമ്മാ, സാമ്പാർ നമ്മൾ പാക്ക് ചെയ്തു. വട, ചട്നി, ഇഡ്ഡലി. ബിന്ദുമ്മ അവിടെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ബിസിയാണ്. എങ്ങനെയുണ്ട്? ഇപ്പം എല്ലാവരും സൈലൻ്റ് ആയിരിക്കുന്നുണ്ടോ? ഭയങ്കര ഹാർഡ് വർക്കിലാണ് എല്ലാവരും. എങ്ങനെയുണ്ട് നമ്മുടെ കുക്കിങ്, പാക്കിങ്? ആർക്കൊക്കെ ഇങ്ങോട്ട് വരാൻ തോന്നുന്നു കുക്കിങ്ങും പാക്കിങ്ങും ഒക്കെ കണ്ടിട്ട്? ഞാനാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. എനിക്ക്
താഴെ ഇരുന്ന് ചെയ്യാൻ പറ്റൂല. അപ്പം അവർ പാക്കിങ്, ഞാൻ കുക്കിങ്. എന്താ ആരും ഒന്നും മിണ്ടാത്തേ? എല്ലാവരും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ആർക്കെങ്കിലൊക്കെ വരണോ അന്നദാനം ഉണ്ടാക്കാൻ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അതോ സൈലൻ്റായി നിൽക്കുകയാണോ? കേൾക്കുന്നില്ല? നമ്മളിങ്ങനെ കുറേ പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഉച്ചയ്ക്ക് ഒരു ഏകദേശം 1:30 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ വൈകിട്ട് ഒരു 5 ഇല്ല, ഒരു 6:30 മണിയാകുമ്പോഴേക്കും കഴിയും. സമ്മതിച്ചു. നമുക്കിപ്പം 3 പാത്രത്തിലായിട്ട് ഇഡ്ഡലി വെന്തുകൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല ടേസ്റ്റ് ഇഡ്ഡലിയാണ്. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ടല്ല, മാവിൻ്റെ ഗുണമാണ് കേട്ടോ. ഇവിടെ മാവ് അരയ്ക്കുന്നത് വേറൊരു രസമാണ്. മാവ് അരയ്ക്കുന്നു, മാവ് ഇങ്ങനെ ഉപ്പിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കില്ലേ, അത് പിന്നെ വടയ്ക്ക് ഉഴുന്ന് അരി ഇതെല്ലാം സെറ്റ് ചെയ്യുന്നു, അതിന് മാവ് അരയ്ക്കുന്നു. അമ്മുവിൻ്റെ ജോലിയാണ് വട ഉണ്ടാക്കുന്നത്. അമ്മു വടയൊക്കെ ഉണ്ടാക്കി വെച്ച് സെറ്റ് ചെയ്തിട്ട് പോയി. പിന്നെ ചട്നി അരയ്ക്കണം, സാമ്പാർ ഉണ്ടാക്കണം, അതിന് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കണം. ഭയങ്കര രസമായിട്ട് എല്ലാവരും ഇരുന്ന് പാക്ക് ചെയ്യും. പിന്നെ ഇതിന് വേണ്ട അരി ഉഴുന്ന് ഇതെല്ലാം വാങ്ങാൻ പോകുന്നത് ഒരു ചടങ്ങ്. ഇങ്ങനെ ഭയങ്കര രസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ക്ലാസ് ഇല്ലാത്ത ദിവസം ഇങ്ങനെ, എനിക്കിപ്പോൾ ഷൂട്ടും ഇല്ല ക്ലാസ്സും ഇല്ലെങ്കിൽ സുഭിക്ഷാമതാജി ഞാൻ വരുന്നത് വേഗം പോരെ. ക്ലാസ് ഇല്ല ഷൂട്ടും ഇല്ലെങ്കിൽ പിന്നെ ഇതിൽ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പം ആ സമയത്ത് എന്താണ്, നമുക്ക് കോൾസ് വരുമ്പോൾ എടുക്കാൻ പറ്റൂല. അപ്പം ഞാൻ എന്ത് ചെയ്യും, എല്ലാ മിസ് കോൾസിലേക്കും കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ഒരു പാക്ക് ചെയ്യുന്നത്. എന്നാച്ചേ കഴിച്ചോടി? അയ്യോ சாமி அவந்தி காமி. ஐயோ சாப்பிட்டுக்கோ. അവന്തിക്ക് ആദ്യത്തെ അന്നദാനം കൊടുത്തു അല്ലക്ക? മുതൽ അന്നദാനം അവന്തിക്ക്. ஆமா, அத ஸ்கூல் விட்டு வந்தல்ல, சாப்பிட்டுக்கலாம்ல. ஆண்டி தட்டு கொடுக்கவா இட்லி சாம்பார்? ஐயோ, அப்ப நீ இதுலயே சாப்பிடு சரியா? எங்கனிட்டு வடா எப்படி இருக்கு? நல்லா இருக்கா வடா? ചട്നി വെച്ച് സാപ്പിട്ട്. തട്ടെടുത്ത് കൊടുക്കവാപ്പാ. ബിന്ദമ്മ ഓരോ ക്യാരി ബാഗിലേക്ക് വെള്ളം ഇട്ടോ. വെള്ളവും പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 126 ഫുഡ് 25 ഫുഡ് വന്നാ സൂപ്പർ. അക്ക സാമ്പാറിൽ ഉപ്പ് ഓക്കേവാ? ഉപ്പ് ഓക്കെ വാടാ? അപ്പം അവിടെ പാക്കിംഗ് നടക്കുന്നു. അവന്തി സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ ജോയിൻ ചെയ്തു. ഒന്നും പറയണ്ട, ഒരു 4 പേർക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് എത്ര ടാസ്ക്കാണ്. അപ്പം 130 140 പേർക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയണത് ചെറിയ ടാസ്ക് അല്ല. പക്ഷെ എന്തോ പെട്ടെന്ന് കഴിയും. എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ ഡെയിലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണോ അതോ ഇൻട്രസ്റ്റ് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഭഗവാന്റെ കാരുണ്യം, പെട്ടെന്ന് നടക്കും. അത് വേഗം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഹാപ്പിയാ, അത്രേ പറയാൻ പറ്റൂ. ഉണ്ടാക്കാൻ ഒരു ഇൻട്രസ്റ്റ് വേണമല്ലോ. ഒരു മിനിറ്റ് കേട്ടോ, ഇത് കുറച്ച് ടാസ്ക്കാണ്. ഇത് ഒരു പാത്രം പ്രിയ ചേച്ചിക്കാണ്. അതെടുക്കാന്ന് പറയുമ്പോൾ കുറച്ച് പണിയുള്ള കാര്യമാണ്. ഒരു ദിവസം എല്ലാവരെയും കൊണ്ടുവരാം. ഇതിൽ കുറച്ച് വെള്ളം കുടഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഫിൽറ്റർ വെള്ളമായിരിക്കണം കേട്ടോ, നോർമൽ വെള്ളമാകരുത്. ഫിൽറ്റർ ചെയ്ത വെള്ളം കുടഞ്ഞാൽ പെട്ടെന്ന് ഇഡ്ഡലി എടുക്കാൻ പറ്റും. എനിക്ക് ഇഷ്ടമാണ് കുക്കിങ്, അതുകൊണ്ട് കുക്കിംഗ് ചെയ്യുന്നു. എന്താ പറയുക,
പിന്നെ ഇത്രയും പേര് കഴിക്കുന്നതല്ലേ, അതിന് അവർക്കൊരു സന്തോഷമുണ്ടല്ലോ കഴിക്കുമ്പോൾ. മനസ്സിലായില്ലേ? ബിന്ദു അമ്മ ഒന്ന് വരുമോ? ആ ബിന്ദു അമ്മ അബ്ബിതാൻ കേൾക്കും. ആ ഇതൊന്ന് കഴുകി തരുമോ? ബിന്ദു അമ്മയ്ക്ക് വാഷിംഗ് ഇഷ്ടമാണ്. കുക്കിംഗ് ആണ്, പക്ഷേ കുക്കിംഗ് നമുക്കല്ല, അന്നദാനത്തിനും. അപ്പം ഞാൻ കരുതി ഇന്ന് നിങ്ങളെയും കൂടി ഒന്ന് ആഡ് ചെയ്യാം കുക്കിങ്ങിലൊന്ന് കരുതി. ആർക്കെങ്കിലും ഇഡ്ഡലി വേണോ? കൂടാൻ വരണോന്ന്. ഓൾവേസ് വെൽക്കം. നിങ്ങൾ വന്നാൽ നിങ്ങൾക്കും കൂടാം. അത് അടിയിൽ ടൈറ്റ് ചെയ്യും. കറക്റ്റ് ചെയ്ത് മുറിക്കത്. നല്ല ചൂട് ഇഡ്ഡലിയും നല്ല ടേസ്റ്റുള്ള സാമ്പാറും ഒപ്പം നല്ല ചട്നിയും നല്ല വടയും ഒരു ബോട്ടിൽ വെള്ളവും കിട്ടിയാൽ എത്ര പേരുടെ വിശപ്പാ മാറുക. പെട്ടെന്നോട്ടെ ബിന്ദുമ്മേ, അത് വെച്ച് കളിക്കല്ലേ. നമുക്ക് ഈ ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നമുക്ക് വേണമെങ്കിൽ കടയിൽ ഏൽപ്പിക്കാം. അവിടെ പച്ചരിയാണോ മാതാജി അതോ വേറെ അരിയാണോ? ഇവിടെ പച്ചരി കിട്ടൂടാ, പച്ചരിയും കിട്ടും. പക്ഷേ നമ്മൾ വാങ്ങിക്കുന്നത് ഇഡ്ഡലി അരി എന്ന് പറഞ്ഞിട്ട് തന്നെ ഇവിടെ ഒരു അരി കിട്ടാനുണ്ട്. ആ ഇഡ്ഡലി അരി വാങ്ങുമ്പോൾ എന്താ ഗുണം എന്നറിയോ? ഇങ്ങനെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരിക്കും. കണ്ടോ, ഇഡ്ഡലി അരി എന്ന് പറഞ്ഞിട്ട് ഒരു അരി ഉണ്ട് ഇവിടെ കിട്ടാൻ. അത് നല്ല ഇഡ്ഡലിയാണത്, നല്ല സോഫ്റ്റ് ആയിരിക്കും. അതാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇഡ്ഡലിക്ക്. അതും പിന്നെ ഉഴുന്ന്, കുറച്ച് ഉലുവ, ഇതെല്ലാം കൂടി ഇട്ട് വെച്ചാൽ രാവിലെ ഇഡ്ഡലിക്ക് ആക്കാൻ പറ്റും. സൂപ്പർ ഇഡ്ഡലി കിട്ടും നമുക്ക്. ലൈവ് ലിങ്ക് ഇടാമോ? ഇതാണ് ലൈവ്. ആർക്കാ കൊതി വരുന്നേ? ആശയമാണ്. ഇവിടെ വരുമ്പോൾ ഉണ്ടാക്കിത്തരാം. പിന്നെ ഇവിടുത്തെ സാമ്പാർ ഭയങ്കര ടേസ്റ്റ് അല്ലേ, നമ്മുടെ നാട്ടിലത്തെ സാമ്പാർ അല്ലല്ലോ. അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ലൈവിൽ പറഞ്ഞിരുന്നല്ലോ ഇല്ലേ? അയ്യോ സതി മാതാജി, എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? എങ്ങനെയുണ്ട് ഇപ്പം എന്നിട്ട് അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിട്ട്? നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. ഇഷ്ടമായോ നമ്മുടെ ഇഡ്ഡലി? മഞ്ചരീസിലല്ലാതെ ഇതൊക്കെ എവിടെ കിട്ടുമല്ലേ? ആ കണ്ടിട്ട് കൊതിയാവുന്നല്ലേ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇതെല്ലാവരും ഇവിടെ ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്യുന്നൊരു കാര്യമാണ്. ഇഡ്ഡലി ഉണ്ടാക്കാനും പാക്ക് ചെയ്യാനും. ഇതിങ്ങനെ തെരുവിൽ കൊണ്ട് നടന്ന് കൊടുക്കുമ്പോൾ അതിലേറെ സന്തോഷമാണ്.
ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. കുറച്ച് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ല ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അല്ലേ? ഓ, വയസ്സായ അമ്മയ്ക്കോ? എല്ലാവരും വിചാരിക്കും മാതാജി എപ്പോൾ വിളിച്ചാലും മാതാജി പറയാം അന്നദാനം ഉണ്ടാക്കുകയാണ്, സാധനങ്ങൾ വാങ്ങാൻ പോവാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ വിളിച്ചാൽ കിട്ടുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞാൽ അന്നദാനം കുക്കിംഗ് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഇത് കളയും, അതവിടെ ഇടൂ, അത് പിന്നെ ആവട്ടെ, ഇത് കളയും. നമുക്ക് അടുത്ത സെറ്റ് ഇഡ്ഡലി എടുക്കാം. അതവിടെ വെച്ചോളൂ, ഒരുമിച്ച് കൊണ്ടോ. ചൂടുള്ളത് എടുക്കാൻ മാത്രമാണ് നമുക്ക് കുറച്ച് പ്രയാസം. അതർവൈസ് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതെ, മഞ്ജരീസിൻ്റെ ഇഡ്ഡലി കുക്കിംഗ്. ഇനിയും കുറേ മാവുണ്ട്, നോക്കിക്കേ, കണ്ടോ? ഇത്രയും മാവുണ്ടാക്കണം. ഇന്ന് ഏകദേശം ഒരു 125-126 പേരുടെ ഫുഡാണ്. അപ്പോൾ അതുണ്ടാക്കി തീരുമ്പോഴേക്ക് എന്തായാലും കുറച്ച് സമയം എടുക്കും. അവൻ്റെ ആൻറ്റി കുടിച്ചിട്ടാണ് നീ കുടിച്ചിട്ട് എന്നെ കുടിച്ചിട്ട് കൂടി. അവൻ്റെ സ്കൂളിൽ പോയി വന്ന ഉടനെ തന്നെ കുക്കിങ്ങിന് കൂടി. കാരണം അവർക്കറിയാം തീരില്ല എന്നുള്ളത്. ഇരുതാ ഒരു നിമിഷം. അവന്തിയാണ് കുക്കിങ്. ഓക്കെ, ആൻറ്റി എന്താ എന്താ ഇത് കുറിച്ചോ? ഒരു നിമിഷം ഇത് എന്താ അപ്പോൾ നമ്മുടെ നല്ല ചൂടുണ്ട് കേട്ടോ ഈ പാത്രത്തിന്. മതി, നല്ല ഹോട്ടായിട്ടുണ്ട്. ഇങ്ങനെ ഇഡ്ഡലീൻ്റെ ഇതില്ലേ കുറച്ച് കുറച്ച് പീസസ് അത് വരില്ലേ, ഇതൊക്കെ നമ്മളിങ്ങനെ സമയം കണ്ടെത്തും. അത് അങ്ങ് വെച്ചുകൂടാ, മേലെ ഇതൊക്കെ മേലെ ഇങ്ങനെ ബാലൻസ് വരില്ലേ, അതെടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ കുറച്ച് കുറച്ച് ബാലൻസ് വരില്ലല്ലേ, ഇതെടുത്തിട്ട് എന്നാ പണുവാങ്ക വന്തി നമ്മ ഇതെടുത്തിട്ട് ഇഡ്ഡലി ഉപ്പുമാവ് ഉണ്ടാക്കും രാത്രിയിലേക്ക്. ഇങ്ങനെ കുറേ പേരും ഉണ്ടാക്കി ഷൂട്ടില്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. എങ്ങനെയുണ്ട്? നമ്മളെല്ലാത്തിനും സമയം കണ്ടെത്തണം. ഭഗവാൻ 24 മണിക്കൂർ നമുക്ക് തന്നിട്ടുണ്ട്. ആ 24 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെതായ രീതിയിൽ നമ്മൾ വിനിയോഗിക്കണം. അപ്പോൾ സമയം കിട്ടും. അതിന് നമ്മളൊരു 11 മണി വരെ രാവിലെ കിടന്നുറങ്ങിയാൽ ശരിയാവില്ല. കുറച്ച് നേരത്തെ എണീറ്റാൽ മതി. അപ്പം എല്ലാം നടക്കും. എന്നിട്ട് എല്ലാ ജോലിയും കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. കുറേ ജോലി ചെയ്തിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നതെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. നിങ്ങൾ അന്നദാനം തരുമ്പോൾ ഞാനത് കൊടുക്കണം. അപ്പോൾ
നമ്മൾ എന്ത് ചെയ്യും, ഞങ്ങളെല്ലാവരും ചേർന്ന് അതുണ്ടാക്കും. ഇഡ്ഡലി, വട, ചട്നി, സാമ്പാർ, വെള്ളം. അതുകൊണ്ടല്ലേ നമ്മൾ ഫുഡ് കൊടുക്കുന്നവർ നല്ല സന്തോഷത്തോടെ വാങ്ങി കഴിക്കുന്നത്. വീട്ടിലുണ്ടാക്കുന്ന മായം കലരാത്ത നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ്. അതാരാ ഇഷ്ടപ്പെടാത്ത അല്ലേ? അതെല്ലാവർക്കും ഇഷ്ടമുണ്ടാവും, നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാൻ. നമുക്കൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിനോടല്ലേ താല്പര്യം ഉണ്ടാവുക, അല്ലേ? ഉള്ള സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കുന്നു. ഇനി പെട്ടെന്ന് പാക്ക് ചെയ്ത് കൗണ്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, തെരുവിൽ കൊണ്ടിറക്കും. അതിന് മുമ്പേ ആരൊക്കെ അന്നദാനം തന്നു എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ട് അത് തട്ടിൽ എണ്ണ പുരട്ടിയാൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു ഓർത്താൽ, ആദ്യമേ നമ്മൾ ആരൊക്കെ അന്നദാനം തന്നു എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ വിളിച്ച് പറയും. നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവരെ വിളിക്കും, ഇന്ന് നിങ്ങളുടെ അന്നദാനമാണ് എന്ന് വിളിച്ച് പറയും. ചിലവരെ വിളിച്ചാൽ സപ്പോസ് അവർ എടുത്തില്ലെങ്കിൽ വാട്സപ്പിൽ റിമൈൻഡർ മെസ്സേജ് കൊടുക്കും, ഇത് മഞ്ജരീസ് എന്നാണ്, ഇന്ന് നിങ്ങളുടെ അന്നദാനമാണ് എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ ലൈവ് ഇട്ടിട്ട് അന്നദാനം കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് പാക്ക് ചെയ്യുന്നിടത്തേക്ക് പോകാം. അപ്പോഴേക്ക് ഇഡ്ഡലിയാവും. നമ്മുടെ കിച്ചൂട്ടൻ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക, പാക്കിങ്. சாம்பார் பேக்கிங் தான் ரொம்ப தொல்லை இல்லைக்கா. ஐயோ, அது பார்த்து ஊற்றணும். കണ്ടോ, സാമ്പാർ പാക്കിങ് ഭയങ്കര കഷ്ടപ്പാടാണ്. നല്ല ചൂട് സാമ്പാർ കയ്യിലാക്കിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സാമ്പാർ പാക്ക് ചെയ്യുന്നുണ്ടോ? പിന്നെ നമ്മൾ തെരുവിൽ കൊടുക്കുന്ന കവറ് ബയോ കവറാണ്. പ്ലാസ്റ്റിക്കിനേക്കാളും ബെസ്റ്റാണ് ബയോ കവർ. നമ്മൾ പുറത്ത് പാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ബയോ കവറാണ്. അന്നദാനം കൊടുക്കുമ്പോൾ ഈസിയാണ് കാണുന്നത്, പക്ഷെ അതിൻ്റെ പിന്നിൽ നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ടെന്ന് നോക്കിക്കേ. എത്ര നമ്മൾ സസ്റ്റെയിൻ ചെയ്തിട്ടാണ് അത് പാക്ക് ചെയ്ത് പുറത്തെത്തുന്നത് നോക്കൂ. ചട്നി വയ്ക്കുന്നു. അവർക്ക് ചട്നിയൊക്കെ നമ്മൾ വേറെ കവറിലാക്കുമ്പോൾ ക്ഷമ ഉണ്ടാവില്ല. എടുത്ത് எல்லாம் ஓப்பன் பண்ணுறதுக்கு அவங்களால டைமே இருக்காது. கிடைச்சதா சாப்பிட்டுதா ஓடாது. അതുകൊണ്ട് ചട്നി വടയെല്ലാം നമ്മൾ ഒരേ കവറിൽ തന്നെ പാക്ക് ചെയ്യും. തിരുപ്പതി ബാലാജി എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. കണ്ടോ, എന്തു തോന്നുന്നു അന്നദാനം പാക്കിംഗ് കണ്ടിട്ട്? എന്തു തോന്നുന്നു എല്ലാവർക്കും? അന്നദാനം പാക്കിംഗ് കണ്ടിട്ട് എന്താ തോന്നണേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ, ഇതിൻ്റെ പിന്നിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്നുള്ളത്.
തോന്നുന്നു? ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? ആരും ഒന്നും പറയുന്നില്ല. ഇഷ്ടായോ അന്നദാനം? ഇഷ്ടായില്ലേ? ബോറടിക്കുന്നുണ്ടോ? ഇഷ്ടായില്ല അന്നദാനം കുക്കിംഗ്? കമൻസ് ഒന്നും വന്നില്ല. ഇഷ്ടപ്പെട്ട് കാണില്ല അല്ലേ? ബോറടിക്കുന്നുണ്ടാവല്ലേ? ഹാർഡ് വർക്ക് ഒന്നും ഇല്ലപ്പാ. ഒരു ഇൻട്രസ്റ്റോടെ ചെയ്താൽ ഒരു സന്തോഷമല്ലേ? കുറേ പേര് വീട്ടിലെ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവല്ലേ? സോ അവർക്ക് നമ്മൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നു. ഡെയിലി ക്ലാസ് ഇല്ല, ക്ലാസ് സ്കിപ്പാവുന്ന ദിവസം നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജോലി ഇതാണ്, കുക്കിംഗ്. പിന്നെ അവരൊക്കെ ഉണ്ടല്ലോ പാക്ക് ചെയ്യാൻ. വട പിന്നെ അമ്മ ഉണ്ടാക്കി വെക്കും. ഒരു ദിവസം അമ്മ ഉണ്ടാക്കും, ഒരു ദിവസം ഐശ്വര്യ ചേച്ചി ഉണ്ടാക്കും, ഒരു ദിവസം പ്രിയ ചേച്ചി ഉണ്ടാക്കും. എനിക്ക് വട ഉണ്ടാക്കാൻ അറിയില്ല. വടയൊക്കെ ഉണ്ടാക്കാൻ തമിഴ് ഇവർ തന്നെയല്ലേ സ്പെഷ്യലായിട്ട് നല്ല ഭംഗിയായിട്ട് അവർ കുക്ക് ചെയ്യും. അപ്പോൾ വട ഒക്കെ അവരാ സ്പെഷ്യൽ, ഞാനല്ല. ഞാൻ ഇഡ്ഡലി മാവൊക്കെ ഞങ്ങൾ പിന്നെ 4 വീട്ടിലും വെച്ചിട്ട് അരയ്ക്കും. നമ്മുടെ ആരുടെയും കയ്യിൽ വലിയ ഗ്രൈൻഡർ ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പാത്രത്തിൽ അരി ഉഴുന്നെല്ലാം ഇങ്ങനെ തലേന്ന് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഡിവൈഡ് ചെയ്യും. കുറച്ച് നമ്മുടെ വീട്ടിലെ മിക്സിയിൽ, കുറച്ച് മഹേശ്വരി ചേച്ചിയുടെ വീട്ടിലെ മിക്സിയിൽ, കുറച്ച് പ്രിയ ചേച്ചിയുടെ വീട്ടിലെ മിക്സിയിൽ, കുറച്ച് താഴെ അമ്മുവിൻ്റെ വീട്ടിൽ, അങ്ങനെ എല്ലാവരും കൂടെ അരച്ച് ഒരു ബക്കറ്റിലാക്കി ഈ വലിയ പാത്രത്തിലാക്കിയിട്ട് ഒഴിച്ചു വയ്ക്കും. അപ്പോൾ 4 വീട്ടിൽ നിന്നും ഒരു ടൈം വെച്ചിട്ടുണ്ട്. രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും മാവ് അരയ്ക്കും എന്നുള്ളത്. 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും മാവ് അരച്ച് ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് ഒഴിക്കും. എന്നിട്ട് അതങ്ങനെ വെക്കും. ഒരു 3 മണി, ഒരു 2:30 ഒക്കെ ആകുമ്പോൾ ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും മാവ്. അതിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നല്ല ടേസ്റ്റ് ഇഡ്ഡലി കിട്ടും. കടയിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്തോ സോഡക്കാരം അങ്ങനത്തെ സംഭവങ്ങളാണ്. നമ്മളത് യൂസ് ചെയ്യില്ല. നമ്മളെന്ത് ചെയ്യും? ഉലുവയിടും. ഉലുവയിട്ടാൽ മാവ് നല്ല സൂപ്പറായിട്ട് പൊങ്ങി കിട്ടും. അപ്പം നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ആയിരിക്കും. ഓക്കെ, പിന്നെ പച്ചക്കറി ഇല്ലേ സാമ്പാറിലിടുന്നേ, അത് വേറെ ഒരു വഴി ചെയ്യും. എന്താണെന്നറിയോ? ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ വേവിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഞങ്ങൾ മിക്സിയിൽ അരച്ചിട്ട് സാമ്പാറിലിട്ടേക്കും. അപ്പം എന്ത് ചെയ്യും ആൾക്കാർ? ഇങ്ങനെ വേസ്റ്റാക്കി കളയില്ല പച്ചക്കറി. എന്ത് വെജിറ്റബിൾ ആണോ യൂസ് ചെയ്യുന്നത്, മുരിങ്ങ അല്ലാതെ എന്തും, ഈ ആ ചൂട് നമ്മുടെ വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഇതെല്ലാം എടുത്തിട്ട് മിക്സിയിൽ അരയ്ക്കും. അപ്പോൾ ഒരു കാരണവശാലും അത് പെറുക്കി കളയാൻ അവർക്ക് കിട്ടത്തില്ല. ഓക്കെ, ഞാനിവിടെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും അവരവിടെ പാക്ക് ചെയ്ത് കഴിയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇതും കൊണ്ട് തെരുവിലേക്ക് പോകും. കൊണ്ടുപോകാൻ നമ്മുടെ വണ്ടിക്കാരനും അപ്പത്തേക്ക് റെഡിയാവും. രസമുള്ള കാര്യമല്ലേ? ഇൻട്രസ്റ്റോടുകൂടി ചെയ്താൽ ഇഷ്ടമുള്ള കാര്യം. നമ്മൾ 4 ഇഡ്ഡലിയൊന്നും കൊടുത്തുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പോൾ അവരെന്നെ പറഞ്ഞു 4 വേണ്ട, 3 മതിയെന്ന് പറഞ്ഞു. നമ്മൾ ചിലപ്പോൾ 2 പാക്കറ്റ്സ് എല്ലാം കൊടുക്കും ഓരോരുത്തർക്ക്. അപ്പോൾ അവർ രാവിലത്തേക്കും എടുത്തു വെക്കും ഇഡ്ഡലിയും വടയും. ഒന്നും ആവില്ലല്ലോ ഇവിടുത്തെ ഫുഡ്, അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ബോറടിക്കുന്നുണ്ടോ?
കണ്ടിട്ട് അന്നദാനം കൊടുക്കുമ്പോഴേ ഒരു സന്തോഷമുണ്ട്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല ഭക്ഷണം കഴിക്കാമല്ലോ അവർക്ക്, അല്ലേ? പാവല്ലേ തെരുവിലുള്ള ആൾക്കാര്, അവരെങ്ങനെയോ തെരുവിലെത്തി, അവരുടെ കർമ്മഫലം. ശരി, ഓക്കെ. മനുഷ്യരല്ലാന്നില്ലല്ലോ, അവര് മനുഷ്യരല്ലേ. ഈ ചൂടാണ് നമുക്കൊരു പ്രശ്നം, അത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും, ഇത് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. പാക്കിങ് കഴിഞ്ഞിട്ട് ഇതും കൊണ്ട് വേഗം തെരുവിലേക്ക് പോകണം കൊടുക്കാൻ. അവിടെ ഇങ്ങനെ ആൾക്കാർ നോക്കിയിരിക്കും ഫുഡ് കൊണ്ടുവരുന്നത്. നല്ലൊരു കൂട്ടായ്മയുടെ നമുക്ക് ഇതൊക്കെ എളുപ്പമാണേ. നല്ല കൂട്ടായ്മ ആയിരിക്കണം എങ്കിൽ മാത്രം. അമ്മു വടയൊക്കെ ഒരു ഉച്ചയാകുമ്പോഴേക്കന്നെ അമ്മു റെഡിയാക്കി വെച്ചിട്ട് അവൾ ജോലിക്ക് പോകുന്നത്. പിന്നെ വേഗം പണി കഴിയില്ലേ. ഇഷ്ടം ആർക്കിലൊക്കെ തിന്നാൻ തോന്നുന്നുണ്ട് ഇഡ്ഡലി കണ്ടിട്ട്. ആർക്കൊക്കെ ഇഡ്ഡലി കഴിക്കാൻ കൊതിയാവുന്നുണ്ട് നോക്കട്ടെ. സ്ഥലം എൻ്റെ വീട്. ആർക്കൊക്കെയാ കൊതി വരുന്ന ഇഡ്ഡലി കഴിക്കാൻ? അത് പറ, അത് കേൾക്കട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കണം കേട്ടോ. രാവിലെ അടുക്കളയിൽ നിന്ന് മാറാൻ സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് വേറെ വാസ്തവം. ഇതിൻ്റെ ഇടയ്ക്ക് മഞ്ചരീസിലെ മെസ്സേജുകൾ നോക്കണം. ഈ പാക്കിംഗ് മെറ്റീരിയൽസ് തീർന്നാൽ അത് വാങ്ങാൻ പോകണം. എൻ്റെ കോൺട്രിബ്യൂഷൻ മാവരയ്ക്കണം. ഞാൻ കുറേ പണിയുണ്ട് ഒരു ദിവസം. കണ്ണ് തുറക്കുന്നതേ ഓർമ്മയുണ്ടാവും, കണ്ണടയ്ക്കുന്നത് വരെ സമയം ഉണ്ടാവില്ല. മാതാജിയെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവർക്കുള്ള ചെറിയൊരു റിമൈൻഡർ വീഡിയോ, അത്രയേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാൻ ചുമ്മാ അറിഞ്ഞത്. അങ്ങനെ എപ്പോഴും വിചാരിക്കും ഒരു ദിവസം ഒന്ന് വെറുതെ കാണിച്ചു കൊടുക്കണം പാക്കിങ്ങും ലൈവും ഒക്കെ. അതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ, തെറ്റിദ്ധരിക്കേണ്ട. നമുക്കൊരു സന്തോഷമാണ് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കുറേ ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ. ഇതൊക്കെ കൊടുത്ത് വന്ന് ഈ പാത്രമൊക്കെ കഴുകി വെച്ച്
ഡിന്നറും കഴിച്ച് കുറച്ച് മെസ്സേജ് നോക്കുമ്പോഴേക്കും സമയം എത്രയാവും അറിയാമോ? 12 മണിയാവും. 12 കഴിഞ്ഞ് ചിലപ്പോൾ 1 ആവും. പക്ഷെ അതൊന്നും പരാതിയില്ല കേട്ടോ. സന്തോഷം. ഒറ്റ ഡിമാൻഡ് മാത്രം, മഞ്ജരീസിലൂടെ അന്നദാനം കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല ഫുഡായിരിക്കണം പുറത്ത് പോകുന്നത്. ടേസ്റ്റി ഫുഡായിരിക്കണം, അതിലൊരു കോംപ്രമൈസും ഇല്ല. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇഡ്ഡലി ഇങ്ങനെ കുറച്ചൊക്കെ പിടിക്കില്ലേ, അത് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഇഡ്ഡലി ഉപ്പുമാവ് ഉണ്ടാക്കും. കുക്കിംഗ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്, വെറൈറ്റി കുക്കിംഗ്. പക്ഷെ ഇവിടെ ചെന്നൈയിൽ എല്ലാവരും രാത്രിയിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇഡ്ഡലിയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇഡ്ഡലി സപ്ലൈ ചെയ്യുന്നത്. അവരവിടെ കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് പാക്ക് ചെയ്യാനുള്ളത് നമ്മളിവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. തുണി വെക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എനിക്കിഷ്ടം തുണിയേക്കാൾ ഇതാണ്. തുണി ഇവിടെ ഉണ്ട്, തുണീൻ്റെ അകത്ത് വെച്ച് ഇനിയിപ്പോൾ അത് കുടഞ്ഞെടുക്കാൻ അതും ഒരു കൈ കൊള്ളും. തുണിയിൽ വെച്ചാൽ അത് യൂസ് ചെയ്ത് ഈസി ആയിട്ടുള്ളവർക്ക് അത് ഓക്കെ. എനിക്ക് അത്രയ്ക്ക് അങ്ങ് അത് പഴക്കമില്ല. അവിടെ ബിന്ദുമ്മയ്ക്ക് തമിഴ് പഠിപ്പിക്കാമല്ലോ. ബിന്ദുമ്മ തിരിച്ചവരെ മലയാളം പഠിപ്പിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ബിന്ദുമ്മ തമിഴ് പഠിക്കുമോ ഇവർ മലയാളം പഠിക്കുമോ നോക്കിക്കാണും. അവന്തി അവന്തി എന്താ അമ്മ എടുത്തുപോ. ഭദ്രോ. അങ്ങനെ നമ്മുടെ ആ സെറ്റും കഴിഞ്ഞു. ഞാനിപ്പോൾ ലൈവ് കട്ട് ചെയ്യൂ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് തീർന്നില്ല അവന്തി. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഗ്യാസ് തീർന്നു. അങ്ങനെ പിന്നെ ഗ്യാസ് വരുത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഞാൻ പെട്ടെന്ന് ഇതൊക്കെ തീർത്തിട്ട് നേരെ തെരുവിലേക്ക് പോട്ടെ. ഇനിയും കുറച്ച് സമയം എടുക്കും ഇതെല്ലാം കൂടി ആയിത്തീരാൻ. നമുക്കപ്പം അടുത്തത് അന്നദാനം ഡിസ്ട്രിബ്യൂഷൻ ലൈവിൽ കാണാം കേട്ടോ. ഇനിയും കുറേ ആവാനുണ്ട് ഇഡ്ഡലി. ഇത്രയും മാവുണ്ട് നോക്കൂ. ഈ മാവെല്ലാം ഉണ്ടാക്കി പെട്ടെന്ന് കുക്കിംഗ് ചെയ്ത് തീർക്കണം. കണ്ടോ, ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ലൈവിൽ കാണാം. ഹാപ്പി. കുറേ ഉണ്ടാക്കാനുണ്ട്, പെട്ടെന്ന് തീർക്കട്ടെ. ബൈ. ഹരേ കൃഷ്ണ.